ഹാപ്പി ന്യൂ ഇയർ. ഇത് ജനുവരി 1 2025. സോ ഫസ്റ്റ് ജനുവരി 1 തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്ന ഒരു വിൻ്റർ ട്രയൽ പോവാണ് നമ്മൾ. അപ്പോൾ ഒരു ട്രയൽ ഫുള്ള് സ്നോ ആയിരിക്കും. നമ്മൾ 3 ജീപ്പാണുള്ളത്. അപ്പോൾ നമ്മുടെ പുറകിൽ 2 ജീപ്പുണ്ട്. അതിലും പിന്നെ രാഹുൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുള്ളി നമ്മളോട് വരുന്നുണ്ട്. അപ്പം 3 ബ്ലാക്കാണ്. നല്ല രസമാണ്. 3 വണ്ടി പക്ക ബ്ലാക്ക് വണ്ടികളാണ്. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് 92 കിലോമീറ്റർ. നമ്മൾ 2 ട്രയലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒരു 2+ റേറ്റിംഗ് ഉള്ള ട്രയൽ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ വേറൊരു ട്രയലിലേക്ക് പോകും. അത് 3+ ആണ്. സോ വിൻ്ററിൽ 2+ എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഒരു 3+ റേറ്റിംഗ് അത്രയും ഹാർഡാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള വണ്ടികൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഹൈവേയിലാണ്, ഹൈവേ 407 ആണ്. സോ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേറൊരു ബ്ലോഗറുണ്ട്. നമ്മളങ്ങനെ ട്രയൽ കയറാൻ പോകണം. സോ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങും. ഇത് എത്ര സ്റ്റീപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് താഴോട്ടിറങ്ങി ഒത്തിരി വലിയ ട്രയലൊന്നുമല്ല. സോ ഈ ട്രയൽ കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രയലിലേക്ക് പോകുന്നുണ്ട്. അത് ഇച്ചിരി ഹെവി, അത് 3+ ആണ്. പക്ഷേ സ്നോ ഉള്ളതുകൊണ്ട് നല്ലോണം വണ്ടി തെന്നുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമൊക്കെ ഇച്ചിരി റിസ്ക്കിയാണ്. സോ നമ്മൾ എയർ ഡൗൺ ചെയ്തിട്ട് പോകും. ഇത് അതിലിൻ്റെ വണ്ടി. സോ അവിടെ എൻ്റെ വണ്ടി, അതിനപ്പുറത്ത് രാഹുലിൻ്റെ വണ്ടി. സോ ഇത്ര 3 വണ്ടിയാണ് മൊത്തം ബ്ലാക്ക്. നൈസ്. സോ താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ നമുക്ക് വണ്ടിക്കകത്ത് കാണാം. ബാക്കിയൊക്കെ പുറത്തുനിന്ന് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ അതിലാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. നിങ്ങൾക്കിത് കണ്ട എത്ര സ്റ്റീപ്പ് ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല. അത്യാവശ്യം സ്റ്റീപ്പാണ്. തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇരിക്കും. അതാണ് സീൻ. സോ അതിലിറങ്ങുവാണ്. പോരെ കുറച്ച് പാസഞ്ചർ നേരെ പോരെ. പോട്ടെ താഴെ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്ന് കയറി വരണം കേട്ടാ. താഴെ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്ന് കയറി വരണം. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ. ഓക്കോ ഒന്നും പോകണ്ട. ഇത് സീനില്ല. താൻ പോകും, നൈസായിട്ട് പോകും. പോട്ടെ. ഹായ് ചേച്ചി. നമ്മുടെ കൂടെയുള്ള ലാസ്റ്റ് വണ്ടി. പാസഞ്ചർ
ഇവിടെ ഇച്ചിരി ചെളിയുണ്ട്. അത് കാരണം ചെളി സ്നോ ഇപ്പോൾ എന്തോ സ്നോ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുള്ള് സ്നോ ആയിരുന്നു. അപ്പോൾ ഉരുകിപ്പോയി. മിനിങ്ങാന്നൊക്കെ മഴയായിരുന്നു. അപ്പോൾ സ്നോ കുറച്ച് ഉരുകിപ്പോയതുകൊണ്ടാണ് വലിയ സ്നോ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ 3 വണ്ടി താഴെത്തി. നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. രണ്ടുപേരും കുളിക്കും. ആളെ കാണത്തില്ലടാ. ആളെ കാണുന്നില്ല. വണ്ടി കയറ്റിയിട്. അങ്ങനെ നമ്മൾ വോക്സ്വാഗന്റെ ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞ സെക്കൻഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ഒരു മെയിൻ റോഡ് ഇറങ്ങി മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് സെക്കൻഡ് പാർട്ട് ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ വളരെ ഷോർട്ട് ഒരു ട്രയലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല പൊളിയൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാലും ഓക്കെ, ഫോർ ബിഗിനേഴ്സിന് പറ്റിയ ട്രയലാണ്. അത്യാവശ്യം 4runner, അത്യാവശ്യം ഓഫ് റോഡ് എന്താണ് പർപ്പസിനുള്ള വണ്ടികളെല്ലാം പോകാൻ പറ്റുന്ന ഒരു ട്രയലാണ്. അത്ര വലിയ ഹെവി ആയിട്ട് പണിഞ്ഞ വണ്ടികൾ മാത്രമല്ല ഇത് 2 റേറ്റിംഗ് ട്രയലാണ്. അതിനനുസരിച്ചിട്ടുള്ള വണ്ടികൾക്കെല്ലാം 4 വീലർ ഡ്രൈവ് എല്ലാം പോകുന്ന ട്രയലാണ്. അങ്ങനെ നമ്മൾ വോക്സ്വാഗ് ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഓഫ് റോഡ് പറപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിംഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകും. അത് അത്യാവശ്യം സ്നോ ഉണ്ട്, അവിടെ നല്ല സ്നോ ഉണ്ട്. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സോ വേറെ വലുതായിട്ട് നമുക്കിവിടെ ഒന്നുമില്ല. പിന്നെ കുറച്ച് അടിപൊളി സ്ഥലമാണ്, കാണാൻ അടിപൊളിയാണ് 2 സൈഡും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യാം. എന്നാ വേണ്ടേ അതിലേ വെട്ടിയിട്ടിരിക്കുന്ന കേട്ടോ. കുടുങ്ങി ഗൈസ്, കുടുങ്ങി. അതെ, കുടുങ്ങി ഗൈസ്, ഞങ്ങൾ കുടുങ്ങി ഗൈസ്. ഇത് ചുമ്മാ നമുക്ക് അത് തന്നെ വറക് കൊള്ളി പോലെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് വലിച്ചാലോ, ഈ മരത്തെ ഇട്ടിട്ട് അത് ഇങ്ങോട്ട് വരിക. ആ പീസൊക്കെ മാറ്റാവുന്നതേ ഉള്ളല്ലോടാ. ബീവറിന്റെ ആണോ? അത് കണ്ടറിയാലോ. അതായത് പറഞ്ഞു അതിങ്ങനെ വരത്തില്ല. നീ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിക്കണം. അപ്പൊ സൈഡിലേക്ക് നമുക്ക് ഇത്തിരി വലിക്കാം. ഇങ്ങോട്ട് വരിക.
ഇനി ബാക്കിൽ ബാക്കിൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. കൊച്ചിക്ക് മാർക്കടാ, അത് ബാക്കിലേക്ക് വരും, തിരിച്ചടിക്കും. It's a long one. It's going all the way to the back. That is the short one. മതി ധാരാളം. കൊച്ചവിടുന്ന് മാർക്കേ, എടാ മാറി നിൽക്ക്.